ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയും സഹനവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നമുക്കറിയാം, പാപം നിറഞ്ഞ ലോകത്തെ വീണ്ടെടുക്കാൻ സ്വപുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയച്ച് ദൈവം തൻ്റെ പുത്രനെ പീഡാസഹനങ്ങളിലൂടെ മനുഷ്യമക്കളെ വീണ്ടെടുത്തു. സഹനങ്ങളിലൂടെ മാത്രമേ ഉദ്ധാനമുള്ളൂ എന്ന സത്യം ഈശോ നമുക്ക് കാണിച്ചു തന്നു. ഈശോ പകർന്നു തന്ന ഈ വിശ്വാസ സത്യത്തെ മുറുകെ പിടിച്ച് ക്രിസ്തു ശിഷ്യരാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ എന്ന സത്യം അനുസ്മരിച്ചുകൊണ്ട് കുരിശടയാളം വരച്ച് നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, പരാതിയും പരിഭവവും കൂടിയാണ് നാം സഹനങ്ങളെ സമീപിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എത്രത്തോളം വളർന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹനങ്ങളിലൂടെ രക്ഷ സ്വന്തമാക്കിയവരാണ് ഓരോ വിശുദ്ധരും. പ്രത്യേകമായി സഹനത്തിൻ്റെ പുത്രി എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ അൽഫോൻസാമ, സഹനങ്ങളെ സുഹൃതങ്ങളാക്കി മാറ്റിയവൾ. വചനത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ സഹനദാസനായ ജോബിൻ്റെ തൊലി മാംസത്തിൽ നിന്നും അഴുകി ഇല്ലാതായിട്ടും ഭാര്യ തള്ളിപ്പറഞ്ഞിട്ടും സഹനത്തിൽ കർത്താവിനെ സ്നേഹിച്ച ജോബ് തൻ്റെ രക്ഷ സ്വന്തമാക്കി. എന്തിനേറെ, സഹനത്തിൻ്റെ ഉദാത്ത മാതൃകയായി നിലകൊള്ളുന്ന പരിശുദ്ധ മറിയം കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ സഹനത്തെ പുൽകിക്കൊണ്ട് തൻ്റെ പുത്രൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ കാവലായി, ശക്തിയായി, സാക്ഷിയായി മാറിയ പരിശുദ്ധ അമ്മ. 1 പത്രോസ് 4:1 പറയുന്നു, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. അതെ, കർത്താവിൻ്റെ സഹനങ്ങൾക്ക് വിലയുണ്ടായതുപോലെ നമ്മുടെ വേദനകളും സഹനങ്ങളും പാഴാക്കിക്കളയാതെ നമ്മുടെ വിശുദ്ധീകരണത്തിനും ശുദ്ധീകരണ ആത്മാക്കൾക്കും സകല പാപികൾക്കും വേണ്ടി കാഴ്ചവെക്കണം. നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എവിടെ എത്തിയിരിക്കുന്നു? വിശുദ്ധ മത്തായി 15:8 പറയുന്നു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. അങ്ങനെ ആകാതെ കർത്താവ് തരുന്ന സഹനങ്ങളെ പരാതികളില്ലാതെ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വച്ച് പത്രോസ് ഏറ്റുപറഞ്ഞതുപോലെ എല്ലാറ്റിനും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയാം. വിശുദ്ധ മത്തായി 6:33 വചനം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇതായിരിക്കട്ടെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന. സഹനങ്ങൾ ചോദിച്ചു വാങ്ങി കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ പങ്കാളികളായി തീർന്ന വിശുദ്ധരുടെ മാതൃക നമുക്ക് സ്വീകരിക്കാം. മഹത്വീകൃതനായ ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സഹനങ്ങൾ ഏറ്റെടുത്ത് മനുഷ്യമക്കളെ രക്ഷിച്ചതുപോലെ സഹോദരർക്ക് വേണ്ടി സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥന കൈവിടാതെ കർത്താവിൽ നിന്ന് കൃപകൾ സ്വീകരിച്ച് നമുക്ക് നിത്യരക്ഷ സ്വന്തമാക്കാം. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അത് എന്നും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസ് 11:24.